ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുവാൻ സഹായിക്കുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എത്ര തരത്തിലുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായിട്ടും 4 തരം. ഏതൊക്കെയാണ്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിന് ഉദാഹരണമാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരാൾക്ക് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഒന്നിലധികം ആളുകൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത്? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? വ്യത്യസ്തങ്ങളായ ടൈം സ്ലോട്ടുകളിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത്? ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം CPU-കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത്? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് നമ്മളിപ്പോഴും ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം തന്നെ എന്ത് ഉദാഹരണമാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്കറിയാം MS Word, MS Excel, MS PowerPoint ഒക്കെ എന്ത് ഉദാഹരണങ്ങളാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. MS Word നമുക്കറിയാം. MS Word എന്തിനാണ്? ബയോഡേറ്റയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് MS Word ആണ്. അതുപോലെ നോട്ടുകളൊക്കെ നമ്മൾ പ്രിൻ്റഡ് നോട്ടുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നവിടെയാണ് MS Wordനകത്താണ്. MS Excel എന്ന് പറഞ്ഞാൽ അത് കമ്പനികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യുന്നതിന് എന്ത് ഉപയോഗിക്കുന്നു? MS Excel ഉപയോഗിക്കാറുണ്ട്. MS PowerPoint ആണെങ്കിൽ ഉപയോഗിക്കുന്നവിടെയാണ് പ്രസൻറ്റേഷൻ ആവശ്യങ്ങൾക്കായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? MS PowerPoint ഉപയോഗിക്കുന്നത്. അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസുകൾ ഇതിന് ഉദാഹരണമാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. നമുക്കറിയാം ആൻറ്റിവൈറസിന് ഉദാഹരണമാണ് അവാസ്റ്റ, നോർട്ടൺ, കാസ്പർസ്കൈ ഒക്കെ ഉദാഹരണങ്ങളാണ്. ആൻറ്റിവൈറസിന് ഉദാഹരണങ്ങളാണ്. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ വൈറസിൽ നിന്നും കമ്പ്യൂട്ടറിനെ സംരക്ഷിക്കുന്നത് എന്താണ്? ആൻറ്റിവൈറസ് ആണ്. കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആരുടേത്? ആൻറ്റിവൈറസിൻ്റേത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കെല്ലാം ഇത് കാണുന്നവർക്കെല്ലാം ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതിന് ബാക്കിയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് LLBയുടെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യും? ഇത് ഉപകാരപ്രദമാണ്. പരീക്ഷകൾക്കൊക്കെ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. വീഡിയോ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. ഞാൻ ഒരു വ്യക്തിയെ വീഡിയോ കാണാൻ നിർബന്ധിക്കുകയല്ല. ഒരു വ്യക്തിയെ ഞാൻ വീഡിയോ കാണാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യങ്ങളാണ്. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, ഈ പറയുന്നതൊക്കെ എന്താണ്? ഉപകാരപ്രദമായ കാര്യങ്ങളാണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ.